നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. കാട്ടകമ്പലിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്തതായി പരാതി. ഇസ്രായേൽ വെളിയത്ത് വീട്ടിൽ സുഗതന്റെ മകൻ 19 വയസ്സുള്ള സഞ്ജയ്ക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ചിറയങ്ങാട് സ്വദേശികളായ ആദിത്യൻ, ദേവപ്രസാദ്, ദീപക് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് സഞ്ജയിന്റെ വീട്ടിൽ അക്രമി സംഘം എത്തിയത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ സഞ്ജയിനെ വടികൊണ്ടും കൈകൊണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. മർദ്ദനത്തിന് ശേഷം വീടിന്റെ മുൻഭാഗത്തെ ജനൽ ചില്ലുകളും പ്ലാസ്റ്റിക് കസേരകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും അക്രമി സംഘം അടിച്ചു തകർത്തു. പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് പ്രതികൾ ബൈക്കുകളിൽ സ്ഥലത്തുനിന്നും രക്ഷപ്പെട്ടത്. മർദ്ദനമേറ്റ സഞ്ജയ് ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. പ്രതികളായ ആദിത്യൻ, ദേവപ്രസാദ്, ദീപക് എന്നിവർ BJP പ്രവർത്തകരാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് കുറച്ചുകാലമായി ഇലക്ട്രിക് പോസ്റ്റുകളിൽ പെയിന്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായ ആക്രമണമെന്ന് കരുതുന്നു. സംഭവത്തെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷം. ഗുരുവായൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി NK അക്ബർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചാവക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രവർത്തകരുമായി പ്രകടനമായെത്തിയാണ് ARO TR സംഗീതിന് മുന്നിൽ പത്രിക സമർപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മുതിർന്ന നേതാവ് ബേബി ജോൺ, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, മണ്ഡലം സെക്രട്ടറി PK രാജേശ്വരൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഗുരുവായൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി CH റഷീദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയോജകമണ്ഡലം ഓഫീസിൽ നിന്ന് പ്രവർത്തകരുമായി പ്രകടനമായി എത്തിയാണ് ചാവക്കാട് ARO TR സംഗീതിന് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നേതാക്കളായ O അബ്ദുറഹ്മാൻകുട്ടി, RV അബ്ദുൾ റഹീം, KV ഷാനവാസ്, C ഗോപപ്രതാപൻ, TS അജിത്, ജലീൽ വലിയകത്ത്, തോമസ് ചിറമൽ, KK ഹംസക്കുട്ടി, അരവിന്ദൻ പല്ലത്ത്, VK ഫസലുൽ അലി, RP ബഷീർ തുടങ്ങിയവർ അനുഗമിച്ചു. ഗുരുവായൂരിൽ ആവേശം പകർന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ റോഡ് ഷോ. മഞ്ചുളാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ പടിഞ്ഞാറേ നടവഴി ചാവക്കാട് നഗരം ചുറ്റി തിരിച്ച് ഗുരുവായൂരിലെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമാപിച്ചു. NDA നിയോജകമണ്ഡലം കൺവീനർ ദയാനന്ദൻ മാമ്പുള്ളി, നിയോജകമണ്ഡലം ഇൻചാർജ് അനീഷ് ഇയാൽ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, നേതാക്കളായ രാജൻ തറയിൽ, KR ബൈജു, സുഭാഷ് മണ്ണാരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പ്രചരണാർത്ഥം വട്ടമ്പാടം മേഖല തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം സ്ഥാനാർത്ഥി AC മൊയ്തീൻ നിർവഹിച്ചു. കൗൺസിലർ NA ഷനോഫ് അധ്യക്ഷത വഹിച്ചു. LDF നിയോജകമണ്ഡലം സെക്രട്ടറി MN സത്യൻ, അർബൻ ബാങ്ക് പ്രസിഡന്റ് KA അസീസ്, ലോക്കൽ സെക്രട്ടറി GK ജിന്നി, ഏരിയ കമ്മിറ്റി അംഗം PG ജയപ്രകാശ്, കൗൺസിലർ രുദ്ര രജീഷ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. വട്ടമ്പാടം മേഖലയിലെ നിരവധി പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് അപകടം. യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൂണ്ടൽ കണ്ടാച്ചിറയിൽ ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. പറക്കാട് സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ വാഹനത്തിന്റെ ചക്രങ്ങൾ ഉരുത്തെറിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ആശ്വാസമായി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. ചെമ്മന്തിട്ട ശ്രീ മഹാദേവ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചു നടക്കുന്ന കലാസന്ധ്യയ്ക്ക് തുടക്കമായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സംവിധായകൻ ഒമർ ലുലു നിർവഹിച്ചു. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഉദ്ഘാടനത്തിന് തന്നെ ക്ഷണിച്ചത് ദേശത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യ സ്നേഹത്തിന്റെയും മാതൃകയായിട്ടാണ് കാണുന്നതെന്ന് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഒമർ പറഞ്ഞു. ചടങ്ങിൽ തച്ചുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വിശിഷ്ടാതിഥിയായി. 8 പതിറ്റാണ്ടിലെ ചെണ്ടവാദ്യ കലാരംഗത്തെ നിറസാന്നിധ്യവും ക്ഷേത്രത്തിലെ മേളപ്രമാണിയുമായ ചെമ്മന്തിട്ട ശങ്കരൻ നായരെ
മംഗളപത്രം നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. ചടങ്ങിൽ ക്ഷേത്രക്ഷേമസമിതി ജോയിന്റ് സെക്രട്ടറി MP ഹരി രചനയും നിരഞ്ജന പത്മനാഭൻ സംഗീതവും CS സൗമയും നിരഞ്ജനയും ചേർന്ന് ആലപിച്ച ഹരശങ്കരനാഥം എന്ന ശിവഭക്തി ഗാനത്തിന്റെ വീഡിയോ ലോഞ്ചിംഗും നടന്നു. ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ശിവപാദത്തോടണയ പരമേകുക ശിവനേ ശിവ ശിവ ശിവശങ്കരായ ഹര 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 ശങ്കരായ ശിവപാദത്തോടണയാൻ പരമേകുക ശിവനേ ശിവ ശിവപാദത്തോടണയാൻ. ക്ഷേത്രക്ഷേമസമിതി പ്രസിഡന്റ് രാജൻ നമ്പീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി രാജേഷ്, ജോയിന്റ് സെക്രട്ടറി MP ഹരി, ട്രഷറർ അനിൽ നമ്പീശൻ, ഊരായ്മ ദേവസ്വം മാനേജർ MS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശങ്കരൻ നായർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പൊയ്ക്കാട്ടുശ്ശേരി വടുവക്കോട് അങ്കമാലി മേഖല കാൽനട തീർത്ഥയാത്രയ്ക്ക് പാറന്നൂരിൽ സ്വീകരണം നൽകി. അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലൈബാമോർ ഒസ്താത്തിയോസ് ബാവായുടെ 96ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ബാവായുടെ കബറിങ്കലേക്കുള്ള കാൽനട തീർത്ഥയാത്രയ്ക്കാണ് ഹൃദ്യമായ സ്വീകരണം നൽകിയത്. വടവുകോട്, പുത്തൻകുരിശ്, മുളന്തുരുത്തി, കടമറ്റം തുടങ്ങിയ പള്ളികളിൽ നിന്നും ബുധനാഴ്ച സംയുക്തമായി ആരംഭിച്ച തീർത്ഥയാത്രയും വ്യാഴാഴ്ച പൊയ്ക്കാട്ടുശ്ശേരി മോർബഹനാം പള്ളിയിൽ നിന്ന് ആരംഭിച്ച തീർത്ഥയാത്രയും കാൽനടയായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ആർത്താറ്റ് സിംഹാസന പള്ളിയിലെ മോർ ഒസ്താത്തിയോസ് ബാവയുടെ കബറിടത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആർത്താറ്റിലേക്കുള്ള യാത്രാമധ്യേയാണ് പാറന്നൂർ പള്ളിയിൽ സ്വീകരണം നൽകിയത്. കഴിഞ്ഞ ദിവസം വിശ്രമിച്ച അമലനഗറിൽ നിന്നാരംഭിച്ച തീർത്ഥയാത്ര രാവിലെ 10:30യോടെയാണ് പാറന്നൂരിൽ എത്തിച്ചേർന്നത്. വികാരി ഫാദർ സിജി മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ബാവായുടെ ഛായാചിത്രത്തിൽ മാല ചാർത്തിയാണ് സ്വീകരണം നൽകിയത്. കത്തുന്ന മീനച്ചൂടിനെ വകവയ്ക്കാതെ നിരവധി വിശ്വാസികളാണ് കാൽനടയാത്രയിൽ പങ്കാളികളായിട്ടുള്ളത്. ഉച്ചഭക്ഷണശേഷം പാറന്നൂരിൽ നിന്നും പുറപ്പെടുന്ന തീർത്ഥയാത്ര കുന്നംകുളം താഴത്തേപ്പാറ സെന്റ് തോമസ് ചാപ്പലിൽ എത്തിച്ചേർന്ന ശേഷം മറ്റ് തീർത്ഥയാത്രയ്ക്കൊപ്പം ആർത്താറ്റ് സിംഹാസന പള്ളിയിലേക്കെത്തി സമാപിക്കും. ഫാദർ പോൾ പാറയ്ക്കൽ, ഫാദർ ഗീവർഗീസ് മാത്യു എന്നിവരാണ് തീർത്ഥയാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ഉത്സവവും മാർച്ച് 22 മുതൽ ഏപ്രിൽ 1 വരെയുള്ള ദിവസങ്ങളിലായി നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 22 ഞായറാഴ്ച ശുദ്ധിയോടുകൂടി ആരംഭിക്കുന്ന ദ്രവ്യകലശം മാർച്ച് 25 ബുധനാഴ്ച രാവിലെ ബ്രഹ്മകലശാഭിഷേകത്തോടെയാണ് അവസാനിക്കുക. അന്നേ ദിവസം വൈകിട്ട് 7:30 ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിക്കും. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനവും ആദരണീയം ചടങ്ങും ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത, പ്രബുദ്ധ കേരളം മാസിക പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദ എന്നിവർ മുഖ്യാതിഥികളാകും. ക്ഷേത്രം ഊരാളൻ മണക്കുളം ദിവാകര രാജ, ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. പ്രവാസി വ്യവസായി രാജ്കുമാർ കാമ്പുറത്ത്, നഗരസഭാ കൌൺസിലർ റോഷിദ് ഒഡാട്ട്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ തുടങ്ങിയവർ സംബന്ധിക്കും. കേരള കലാമണ്ഡലത്തിന്റെ മേള കലാരത്നം പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് എന്നിവ കരസ്ഥമാക്കിയ കക്കാട് രാജപ്പൻ മാരാരെയും 36,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടേക്കാരൻ പാട്ട് നിർവഹിച്ചതിനെ തുടർന്ന് ടൈം മാഗസിന്റെ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ കാരക്കൂറ രാമചന്ദ്രൻ നായരെയും ചടങ്ങിൽ ആദരിക്കും. കലവറ നിറയ്ക്കൽ മാർച്ച് 22 ഞായറാഴ്ച രാവിലെ 9:30 ഉണ്ടായിരിക്കും. ഉത്സവ ദിവസങ്ങളിൽ കാഴ്ചശീവേലി, നിറമാല, വിളക്കാചാരം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവ നടക്കും. ക്ഷേത്രോത്സവത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവബലി മാർച്ച് 30-ാം തീയതിയും പള്ളിവേട്ട 31-നും നടക്കും. ഏപ്രിൽ 1 ബുധനാഴ്ച ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രകുളത്തിലെ ആറാട്ട് കഴിഞ്ഞ ദേശപ്പറ, നടക്കൽപ്പറ എന്നിവയ്ക്ക് ശേഷം 25 കലശത്തിന് ശേഷം കൊടിയിറങ്ങുന്നതോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. ഏപ്രിൽ 5-ാം തീയതിയാണ് കക്കാട് ദേശപൂരം. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി വിൽപ്പാട്ട്, കഥകളി, ഭക്തിപ്രഭാഷണങ്ങൾ, നൃത്തനൃത്യങ്ങൾ, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, തിരുവാതിരക്കളി എന്നിവ ഉണ്ടാകും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ 3 നേരവും അന്നദാനം ഒരുക്കിയിട്ടുണ്ടെന്നും ക്ഷേത്രം ഭാരവാഹികളായ KK സുബിദാസ്, സുനീഷ് ഐനപ്പുള്ളി, K ഭാസ്കരക്കുറുപ്പ്, OA പരമൻ, രാജീവ് തറയിൽ, KK മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിന് കീഴിലുള്ള വിശുദ്ധ യൗസേപ്പിതാവിന്റെ കപ്പേളയിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ യൗസേപ്പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു.
ലതീഞ്ഞ് നൊവേന, ജപമാല പ്രദക്ഷിണം എന്നിവയ്ക്കു ശേഷം കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തൽ, അംഗത്വ വിതരണം, പ്രതിജ്ഞ ചൊല്ലൽ എന്നിവയും നടന്നു. തുടർന്ന് ഇടവക ദേവാലയത്തിൽ ഫാദർ റിജോ തൈക്കാടൻ മുഖ്യ കാർമ്മികനായി ആഘോഷമായ ദിവ്യബലിയുമുണ്ടായി. ഫാദർ ബിനോയ് കോതകുളത്ത് തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് സഹകാർമ്മികനായി. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി നേർച്ചപ്പായസ വിതരണവുമുണ്ടായിരുന്നു. കൈക്കാരന്മാരായ കെ ആൻഡ്രൂസ്, ഫ്രാൻസോ ഫ്രാൻസിസ്, KLM സംഘടനാ പ്രസിഡന്റ് PG കൊച്ചുദേവസി, മറ്റു ഭാരവാഹികൾ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. വടക്കേകാട് മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്ര കലാസമിതി ഏർപ്പെടുത്തിയ 20ാമത് ഉമാമഹേശ്വര കലാപുരസ്കാരം സമ്മാനിച്ചു. ക്ഷേത്രത്തിലെ നക്ഷത്രക്കാവിൽ നടന്ന ചടങ്ങ് പ്രമുഖ കലാപ്രവർത്തകനും എഴുത്തുകാരനുമായ EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ചെയർമാൻ P രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നിരൂപകൻ MC രാജനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. വില്ലിൽമേൽ തായമ്പക കലാകാരൻ കലാമണ്ഡലം പ്രൊഫസർ രാജൻ ഗുരുവായൂർ, നാഗപ്പാട്ട് കലാകാരൻ ചൂണ്ടൽ സുധർമ്മൻ, മരം കൊട്ടിപ്പാട്ട് കലാകാരൻ മണികണ്ഠൻ പെരുമ്പടപ്പ്, സാമൂഹിക ക്ഷേത്രാനുബന്ധ നവീകരണ പ്രവർത്തകൻ നമ്പാടൻ രാജേഷ് എന്നിവർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. ശ്രീകൃഷ്ണ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ MK ഹരിനാരായണൻ, PG വനഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ശ്രീജിത്ത് കൽപ്പുഴ, വാർഡംഗങ്ങളായ അശോകൻ എടക്കാട്ട്, രുക്മ്യ സുധീർ, ഉണ്ണി കല്ലൂർ, സുധീഷ് അമരായിൽ, MS അശോകൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് KM ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി വികാസ് എടക്കാട്ട് നന്ദിയും പറഞ്ഞു. തുടർന്ന് നാഗപ്പാട്ട്, മരം കൊട്ടിപ്പാട്ട് എന്നിവ അരങ്ങേറി. ചിറളയം ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളരി പൂജ മഹോത്സവം നടത്തി. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് തേലക്കാട്ട് മനക്കൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശരവണൻ സ്വാമി സഹകാർമ്മികനായി. പാമ്പിൻകാവിൽ പാലും നോറും കൊടുക്കൽ ചടങ്ങും ഉണ്ടായി. വൈകിട്ട് 6 മണിക്ക് നിറമാല, ചുറ്റുവിളക്ക്, തായമ്പക, തുടർന്ന് 7 മണിക്ക് താലത്തിൻ്റെയും വാദ്യങ്ങളുടെയും അകമ്പടിയോടെ പാൽക്കുടം എഴുന്നള്ളിപ്പുണ്ടായി. വടക്കുംവാതിൽക്കൽ ഗുരുതി സമർപ്പണത്തോടെ ചടങ്ങുകൾക്ക് സമാപനമായി. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ സത്യൻ, രാജൻ, രൺദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരമം. വൈലത്തൂർ പെരുമ്പറമ്പത്ത് പരേതനായ ഖാദർ ഹാജിയുടെ മകൻ പാരിയത്ത് ആലിക്കുട്ടി ഹാജി നിര്യാതനായി. 86 വയസ്സായിരുന്നു. ദീർഘകാലം മലേഷ്യയിൽ വ്യാപാരിയായിരുന്നു പരേതൻ. ഖബറടക്കം വൈലത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ആബിദ, പരേതയായ ഫാത്തിമ എന്നിവർ ഭാര്യമാരും, ബഷീർ, ഫൈസൽ, ഫദീല, പരേതയായ നദീറ എന്നിവർ മക്കളുമാണ്. തയ്യൂർ കുന്നത്തുപുരയ്ക്കൽ അറുമുഖൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ചെറുതുരുത്തി പുണ്യതീരത്ത് നടത്തും. പാർക്കുട്ടി ഭാര്യയും അനൂപ്, അനീഷ്, അജീഷ് എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.